സമസ്ത കേരള ജമിയത്തുൽ ഉലമ EK വിഭാഗം സുന്നികൾ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് മുമ്പ് നൗഷാദ് പറഞ്ഞിട്ടുള്ളത്. കേട്ടോളി. പഴയ സമസ്ത അല്ലല്ലോ, പഴയ സമസ്ത എന്നുള്ളത് ഇപ്പൊ സീറോ അല്ലേ? അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നു. നായികക്ക് 40 തവണ മാറ്റി പറയുന്ന നൗഷാദ് അത് തിരുത്തിയിട്ട് പറയുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞ സാധനം ഉണ്ട് ചെങ്കിൽ ഷംസുൽ ഉലമാൻ്റെ അതാണ്. അതിപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ജിഫ്രി തങ്ങളാണിത്. അതും കൂടി ഒന്ന് കേട്ടു നോക്കി. സമസ്ത ശംസുൽ ഉലമയുടേതാണ്, അതൊന്നുണ്ടെങ്കിൽ അത് ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്നതാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നൗഷാദ് ഒന്നും കൂടി കാട് കയറി പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ മനസ്സ് നെഞ്ഞിക്കൂടി എന്തോ കയറിയതുപോലെ തോന്നുന്നു. ഏതോ കള്ളത്തരീക്കത്തേരൻ ഒപ്പം കയറി ഇരിക്കുമ്പോൾ നൗഷാദിനെ മൂപ്പിച്ചതാണ്. ഇതെങ്ങൊന്നും പറയില്ല, ഇത് പറയുമ്പോൾ നെഞ്ഞത്ത് കൂടെ എന്തോ കയറിനു എന്ന് പറഞ്ഞപ്പോൾ നൗഷാദ് വിചാരിച്ചത് അത് മൂപ്പിച്ചാൻ പറഞ്ഞതെന്ന് ഈ മോയന്തിന് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടി കാട് കയറി പറയുന്നുണ്ട്. കേട്ടോക്കി. ഒറ്റ സമസ്ത എവിടെ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. അത് പറഞ്ഞാൽ നെഞ്ചത്ത് കൂടി എന്തോന്ന് പോകുന്നുണ്ട് എന്നാ ഒരുത്തം പറഞ്ഞേ. എന്നാ ഒന്നുകൂടി പോട്ടെ. സമസ്ത 100ാം വാർഷികം സമാപിച്ചിരിക്കുന്നു. സമാപിച്ചതിന് ശേഷം വേറൊരു സംഭവമല്ല, ഇനിയൊക്കെ വ്യാജം മാത്രമാണ്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 100ാം വാർഷിക സമ്മേളനം ഒന്നില്ല, അത് നടത്തണം, വ്യാജമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് സാക്ഷാൽ ഇവന്റെ ഷേഖ് കുരുവട്ടൂർ അബ്ദുള്ളയുടെ അളിയൻ കൂടിയായ പമ്പേസ് മൗലവി പറയുന്നത് കേട്ടോക്കി. സമസ്ത എന്ന് പറഞ്ഞപ്പോ രണ്ടും കൂടി കൂട്ടണമല്ലോ, EK ഒക്കെ സമസ്തയാണ്. അപ്പൊ പമ്പേസിന്റെ അഭിപ്രായത്തിൽ സമസ്ത എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് എന്നുള്ളതാണ്. സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഉണ്ട് എന്നാ പമ്പേസ് പറയുന്നത്. എങ്കിൽ സമസ്ത പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്നും എന്നൊക്കെയാണ് നമ്മളുടെ ഒതുക്കുങ്ങനെ നൗഷാദ് പറയുന്നത്. എങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആരുടെ കൂടെയായിരുന്നു എന്തായിരുന്നു എന്ന് ഷേഖ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പമ്പേഴ്സ് മറന്നുപോയി, അതുപോലെ തന്നെ നമ്മൾ ഈ നൗഷാദും മറന്നു പോയിട്ടുണ്ട്. ഷേഖ് മറന്നുക്കണോ എന്തോ. നായികക്ക് 40 വട്ടം മാറ്റി പറയുന്ന ഷേഖാണ് ഇവരുടെ ഷേഖ്. എന്നാലും ആ ഷേഖ് മുമ്പ് പറഞ്ഞു നമുക്കൊന്ന് കേട്ടോക്കാം. സമസ്ത 2 നേരത്തെ ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിക്കൊള്ളി. ഷെയ്ഖുനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ ഷേഖിന്റെ വാപ്പയും വേറുള്ള കുറെ ആൾക്കാരും കൂടെ അവിടെ ചെന്ന സമയത്ത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ കാണാൻ ചെന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിളർപ്പും കാര്യങ്ങളും സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ദീന് പറയാൻ വേണ്ടി ഉള്ളാൾ തങ്ങളെയും അതുപോലെ തന്നെ AP ഉസ്താദിനെയും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് ഡോസ്, അതുപോലെ നമ്മൾ പറയുന്നില്ല. ഏതാണെങ്കിലും AP ഉസ്താദിനും ഉള്ളാൾ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്താണ് ഹക്കുള്ളത്, അതാണ് സമസ്ത എന്നായിരുന്നു ഇത്രയും കാലം ഈ മൊയന്ത് പാടി നടന്നത്. അതാണ് എല്ലാം കൂടി ഒറ്റയടിക്ക് തവിട് പൊടിയാക്കിയിട്ട് ഇപ്പം പറയുന്നത് അല്ല എന്നുള്ളത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഗുരുവട്ടൂരിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും, ഷേഖ് ഒന്ന് പറയും, മുരീദ് വേറെ ഒന്ന് പറയും, മറ്റേ മുരീദ് അതിനെ ഉൾട്ടടിച്ച് വേറെ പറയും. പ്രസംഗത്തിൻ്റെ ആദ്യം പറഞ്ഞതല്ല അവസാനം പറയുക. ഇത് എല്ലാ കള്ളത്തൊരീക്കത്തേരും ഒരു പ്രധാന പോയിന്റാണ്. കളവിൽ മാത്രം ജീവിക്കുക എന്നതാണ് കുരുവട്ടൂരികളടക്കമുള്ള എല്ലാ കള്ളത്തൊരീക്കത്തുകാരുടെയും ജീവിതമാർഗം. അതവർ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞതിന് എതിരാണല്ലോ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഉളുപ്പ് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ലജ്ജയും നാണും മാനും ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞല്ല നാളെ പറയുക. ഇതെല്ലാം കൂടി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഭാഗത്തെ പുറത്താക്കിയപ്പോൾ ആ പറഞ്ഞ കുറേ വിഷയങ്ങൾ ഷെയ്ഖ് പറഞ്ഞതാണ്, സോഹിബുൽ വക്താണ്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയത് ഞങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ കാലം പാടി നടന്നു. പിന്നീട് ആ വിഷയം നന്നായിട്ട് ഡിലേറ്റ് ചെയ്തു. ആ പറഞ്ഞൊന്നും ഞങ്ങളെടുത്തേക്ക് വരേണ്ട, 2020 വരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഒക്കെ ഡിലേറ്റ് ചെയ്തു പറഞ്ഞു. പിന്നെ 2020 കഴിഞ്ഞ് 25 വരെ പറഞ്ഞതിനെ 2026 എല്ലാം ഡിലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുള്ളൂ, അത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ നേതൃത്വം കൊടുക്കുന്നതാണ്. എങ്ങനെയുണ്ട് അപ്ഡേഷൻ?
ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നോ മലായിക്കത്തിൽ നിന്നോ ഒന്നുമല്ല കിട്ടുന്നത്, ചേക്കുട്ടിപ്പാപ്പയിൽ നിന്നാണ് അതിൻ്റെ ഷേഖ് ശൈത്താനാകുന്നു എന്ന് 13 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തതും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.